അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ തേർഡ് ഷെഡ്യൂൾ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഫോം ബി എന്താണെന്ന് നോക്കി അല്ലേ. എന്തായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോമാറ്റ് ആയിരുന്നു, ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു നമ്മൾക്ക് തേർഡ് ഷെഡ്യൂൾ ഫോം ബിയിൽ തന്നിരുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, മേജർ ഹെഡ് സബ് ഹെഡ്സ് ഒക്കെ എന്താണെന്നതിൽ പറഞ്ഞു. നമ്മളത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിന്നൊരു ഇല്ലസ്ട്രേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. From the following information, prepare profit and loss account of Dimple Bank as on 31/3/2003. നിങ്ങൾക്ക് 3 കോളം തന്നിട്ടുണ്ട്. എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001-2, അതായത് പ്രീവിയസ് ഇയർ, നടുക്ക് പെർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ ഐറ്റം. എക്സ്ട്രീം റൈറ്റിൽ 2002-3, അതായത് കറണ്ട് പീരീഡ്, കറണ്ട് ഇയർ. കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റ് ആണ്. നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഓൾസോ ഗീവ് നെസസറി ഷെഡ്യൂൾ. പി ആൻഡ് എൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ, പ്രിപ്പയർ പി ആൻഡ് എൽ അല്ലേ. പി ആൻഡ് എൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, നെസസറി ഷെഡ്യൂൾസും പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ അനക്ഷറായിട്ട് ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ അതർ ഇൻഫർമേഷൻ തന്നേക്കുന്നത് എന്താ, ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഓൾറെഡി അഡ്ജസ്റ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അത് താഴെ പറയുന്ന ഐറ്റംസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. നിങ്ങളപ്പോൾ അത് എന്ത് ചെയ്യുക, എവിടെയാണോ കറക്റ്റായിട്ട് എൻട്രി ചെയ്യേണ്ടത് അവിടെ എൻട്രി ചെയ്യുക. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ തന്നെയാണ് എൻട്രി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വയ്ക്കുക. ഓക്കെ. കൂടാതെ സെക്കൻഡ് ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ തന്നേക്കുന്ന അപ്രോപ്രിയേഷൻസ് ആണ്. എന്താ പറഞ്ഞേക്കുന്ന അപ്രോപ്രിയേഷൻസിൻ്റെ കാര്യം, 25% ഓഫ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ്. അതായത് പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൂടാതെ 5% ഓഫ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു റവന്യൂ റിസർവ്. പ്രോഫിറ്റിൻ്റെ 5% റവന്യൂ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഫോം ബി ഓഫ് തേർഡ് ഷെഡ്യൂൾ അനുസരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ബാങ്കിൻ്റെ പേര് എന്താ, ബാങ്കിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഡിംപിൾ ബാങ്ക്. ഡിംപിൾ ബാങ്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2003. അതായത് 31/3/2003 ഇയർ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ് പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2003. 4 കോളം, 1 സീരിയൽ നമ്പർ, 2 പെർട്ടിക്കുലേഴ്സ്, 3 ഷെഡ്യൂൾ നമ്പർ, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ ഇത്രയും കോളം എഴുതുക. ഓരോ മേജർ ഹെഡ് നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ മേജർ ഹെഡ് എന്താ, ഇൻകം. മേജർ ഹെഡ് ഇൻകത്തിൻ്റെ കീഴിൽ ആദ്യം വരുന്ന സബ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റിൻ്റെ ഷെഡ്യൂൾ നമ്പർ എത്രയാണ്, ഷെഡ്യൂൾ നമ്പർ 13. അപ്പോൾ നിങ്ങളെടുത്ത് ക്വസ്റ്റ്യനിൽ ഷെഡ്യൂളും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇതിൻ്റെ അനക്ഷർ അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടായിട്ട് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഞാനിവിടെ സൈഡിലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നിങ്ങൾ നോർമലി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ടിൽ എഴുതുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തൊട്ട് താഴെ തുടങ്ങി എഴുതി തുടങ്ങാം. ഞാനിവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് സൈഡിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷെഡ്യൂൾ 13 നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 13 എന്താ, ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലേ. അപ്പോൾ ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് വർക്കിംഗ് നോട്ട്സിൽ പ്രിപ്പയർ ചെയ്യാം. 3 കോളം പെർട്ടിക്കുലേഴ്സ്, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡിൻ്റെ ആദ്യത്തെ ഐറ്റം, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിലെ ആദ്യത്തെ ഐറ്റം എന്താ, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ കോളം ഉണ്ട്, പ്രീവിയസ് ഇയർ കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റിലേക്ക് പോകണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്തൊക്കെയാണ് തന്നേക്കുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് പ്രീവിയസ് ഇയർ ഫിഗർ തന്നിട്ടുണ്ട് 1427. നമ്മളത് പ്രീവിയസ് ഇയർ കോളത്തിലേക്ക് എടുത്ത് എഴുതി 1427. ഇനി കറണ്ട് ഇയർ കോളം എടുത്ത് എഴുതണം അല്ലേ. കറണ്ട് ഇയർ കോളത്തിൽ 2045 ആണ് തന്നേക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ടാക്സ് പ്രൊവിഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ അത് അവിടെ നിൽക്കട്ടെ, അതൊരു സെപ്പറേറ്റ് സെക്ഷനാണ്, അത് നമുക്ക് പിന്നീട് പറയാം. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അവിടെ നിൽക്കട്ടെ. ബാക്കി എല്ലാ കാര്യം അതായത് 2045 ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റ് തന്നേക്കുന്നത്. അത് ഈ താഴെ പറഞ്ഞേക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പ്രൊവിഷൻ ശരിക്കും അവിടെ എടുക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് അല്ലേ, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് നമ്മൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊവിഷൻസ് ആൻഡ് ഡിസ്കൗണ്ട് 2045 ലെസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളപ്പോൾ അത് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 2045 പ്ലസ് 148 കൂടാതെ അടുത്ത പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അതും ആഡ് ബാക്ക് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതും ആഡ് ബാക്ക് ചെയ്യണം.
ഇത്രയും കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾക്ക് 2297 കിട്ടും. അതാണ് നമ്മൾ കറൻറ്റ് ഇയർ ഫിഗർ ആയിട്ട് എടുത്തെഴുതുന്നത്. അതായത് 148 പ്ലസ് 92 പ്ലസ് 12 ലോസ് കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റിൽ തന്നേക്കുന്ന 2045 കൂടെ ആഡ് ചെയ്യുമ്പോൾ കറൻറ്റ് ഇയർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എത്ര കിട്ടും? 2297 കിട്ടും. ഇനി അടുത്ത ഐറ്റം എന്താ? ഷെഡ്യൂൾ 30 ഇൻട്രസ്റ്റ് കണ്ടില്ല, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അല്ലേ? അത് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ നമ്മൾക്ക് നോക്കാം. ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? 112 കറൻറ്റ് ഇയറിൻ്റെ, പ്രീവിയസ് ഇയറിൻ്റെ 114. അത് എടുത്തെഴുതുക. 112 114 ഡയറക്റ്റ് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. ഇനി അടുത്ത എന്താ വരിക? അടുത്ത ഷെഡ്യൂളിൽ ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBI ആൻഡ് ഇന്റർ ബാങ്ക് ഫണ്ട്സ്. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടോ? അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? 177 155 അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് തന്നെ എഴുതാം. ഇനി ഈ 3 കാര്യങ്ങളിലും പെടാത്ത കാര്യം എവിടെ എടുത്ത് എഴുതണം എന്നാണ് പറഞ്ഞത്? അതേഴ്സ്. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഇനി പറയുന്ന ആയിക്കൂടി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ്. അത് കൊടുക്കുന്നതാണ് അല്ലേ? നമ്മൾക്ക് ഇൻകം ബാങ്കിന് കിട്ടുന്നതല്ല, ബാങ്ക് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സും ഇൻട്രസ്റ്റ് ടു RBI. അപ്പോൾ അതിനി അതേഴ്സ് ഇൻട്രസ്റ്റിനെ സംബന്ധിക്കുന്ന വേറൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ 2297 112 177 ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 2586. ഈ പ്രീവിയസ് ഇയറിൻ്റെ ടോട്ടൽ വരുമ്പോൾ 1696. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 13 പ്രിപ്പയർ ചെയ്തു. ഷെഡ്യൂൾ 13ൻ്റെ ടോട്ടൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 2586 1696. ഇനി അടുത്തത് അതർ ഇൻകം. ഇൻകം എന്ന് പറയുന്ന മേജർ ഹെഡിൻ്റെ കീഴിൽ അതർ ഇൻകം എന്ന് പറയുന്ന ഹെഡ് ഷെഡ്യൂൾ നമ്പർ 14. ഷെഡ്യൂൾ നമ്പർ 14 എന്തൊക്കെയാണ് വരിക? മുകളിൽ പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഐറ്റം അല്ലെങ്കിൽ ഹെഡിൽ വരാത്ത എല്ലാ അതർ ഇൻകത്തിൽ വരും അല്ലേ? ഷെഡ്യൂൾ നമ്പർ 14 വരും. എന്തൊക്കെയായിരിക്കാം? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് ഉണ്ടോ നോക്കാം. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് അല്ലേ? ബാങ്കിന് കിട്ടിയ കമ്മീഷൻ, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ DD ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാകും എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ? അത് ആൻഡ് ബ്രോക്കറേജ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ എടുത്ത് എഴുതാം. കറൻറ്റ് ഇയർ 712, പ്രീവിയസ് ഇയർ 722. അടുത്തെഴുതുക 712 722. ഇനി എന്താ ഉള്ളത്? ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 122, പ്രീവിയസ് ഇയറിൽ 12 അല്ലേ? അതെടുത്ത് എഴുതുക. കൂടാതെ നമ്മൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ എന്താ തന്നേക്കുന്നത്? ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിപ്പോൾ എവിടെയാണ് ട്രയൽ ബാലൻസിൽ എടുത്തേക്കുന്നത്? അത് ഇവിടെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ അത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ എത്രയുണ്ട്? 12 അല്ലേ? ഇവിടെ 12 ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 122 നിങ്ങൾക്ക് കറൻറ്റ് ഇയറിൽ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് എത്രയായിരുന്നു? 12 എന്നും തന്നിട്ടുണ്ട് അല്ലേ? കൂടാതെ കറൻറ്റ് ഇയർ ലോസ് എത്രയാണ്? 12 അല്ലേ? നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കറൻറ്റ് ഇയർ ലോസ് 12 ആണ്. അത് ലെസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ചെയ്യുക. അതർ ഇൻകത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക 822 734. അതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? നിങ്ങൾ P&L ട്രാൻസ്ഫർ ചെയ്യുക. 822 734. ഇനി നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്ന മേജർ ഹെഡിൻ്റെ എല്ലാം കഴിഞ്ഞു. 2 ഷെഡ്യൂളും പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ടോട്ടൽ നിങ്ങൾ ടോട്ടൽ ചെയ്തിടുക അടിയിലോട്ട്. 3408 2430. ഇനി അടുത്ത മേജർ ഹെഡ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ ഹെഡാണ് അല്ലേ? എക്സ്പെൻഡിച്ചറിൽ ആദ്യത്തെ ഐറ്റം ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഷെഡ്യൂൾ നമ്പർ 15. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 15 പ്രിപ്പയർ ചെയ്യണം. ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് സ്പെൻഡ് ചെയ്ത ഇൻട്രസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ആദ്യത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഉള്ളത്? നമുക്ക് ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റിൽ പോയി നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 8 ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? 822. കൂടാതെ പ്രീവിയസ് ഇയറിൽ 612 തന്നിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് അവിടെ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 822 612. കൂടാതെ എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് ടു RBIക്ക് കൊടുത്ത ഇൻട്രസ്റ്റ് എത്രയാണ്? 147. പ്രീവിയസ് ഇയറിൽ 127. അത് കൊടുത്ത് എഴുതുക. 147 127. ഇനി അത് രണ്ടും ടോട്ടൽ. വേറെ ഇൻട്രസ്റ്റ് പോർഷൻ ഒന്നും ഇല്ലല്ലോ. വേറെ ഇൻട്രസ്റ്റിനെ സംബന്ധിക്കുന്ന യാതൊരു കാര്യങ്ങളും ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റിലില്ല. അപ്പോൾ നിങ്ങൾ അത് രണ്ടും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഔട്ടർ കോളം അല്ലെങ്കിൽ ഏറ്റവും അടിയിലത്തെ കോളത്തിൽ ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതുക. 969 കറൻറ്റ് ഇയർ
739 പ്രീവിയസ് ഇയർ. അത് നിങ്ങൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ നമ്പർ 15 969 739. ഇനി എക്സ്പെൻഡിച്ചർ ഹെഡിൽ വരുന്ന അടുത്ത സബ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഷെഡ്യൂൾ നമ്പർ 16. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എന്തൊക്കെ വരും? അതായത് ബാങ്കിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് വരുന്ന എക്സ്പെൻസുകളെല്ലാം അതിൽ വരും, ആ ഹെഡിൽ വരും അല്ലേ. ഇനി ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം അവിടെ വരും എക്സെപ്റ്റ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ നമ്പർ 16 ആണ്. ഷെഡ്യൂൾ നമ്പർ 16 നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പെർട്ടിക്കുലേഴ്സ് കറണ്ട് ഇയർ പ്രീവിയസ് ഇയർ. ഇനി ഓരോ കാര്യങ്ങളും നോക്കാം. പേയ്മെൻറ്റ് ടു പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിന് കൊടുത്ത സാലറി, PF, പ്രൊവിഡൻറ്റ് ഫണ്ട് അതൊക്കെ അതിൽ വരും. NPS എല്ലാം അതിൽ വരും. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പേയ്മെൻറ്റ് ടു ആൻഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ് 855 കറണ്ട് ഇയർ 727 പ്രീവിയസ് ഇയർ. റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് rent, taxes and lighting 179 158. Printing and stationery, advertisement and publicity, depreciation, directors fee, auditors fee, law charges, postage and telegrams and telephones, insurance, repair and maintenance. എല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ് അല്ലേ. എല്ലാം എടുത്ത് നിങ്ങൾ ഷെഡ്യൂൾ നമ്പർ 16ലേക്ക് എഴുതുക. പേയ്മെൻറ്റ് ടു പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ് 855 727. റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ് 179 158. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓരോ ഐറ്റവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എല്ലാം എടുത്ത് നിങ്ങൾ എഴുതുക. അത് ടോട്ടൽ ചെയ്യുക, ആ കോളം ടോട്ടൽ ചെയ്യുക. അപ്പോൾ 2096 കിട്ടും. പ്രീവിയസ് ഇയർ കോളം 1697. അതെന്ത് ചെയ്യുക? നിങ്ങൾ P&Lൻ്റെ ഷെഡ്യൂളിലേക്ക് അല്ലെങ്കിൽ ടെംപ്ലേറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 2096, പ്രീവിയസ് ഇയർ 1697. നിങ്ങൾക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇനി എന്താ? അപ്പോൾ ഷെഡ്യൂൾ 13 പ്രിപ്പയർ ചെയ്തു, 14 പ്രിപ്പയർ ചെയ്തു, 15 പ്രിപ്പയർ ചെയ്തു, 16 പ്രിപ്പയർ ചെയ്തു. ഇനിയുള്ള പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ആണ്. എന്താണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്? ആയിക്കൂടി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ടാക്സ് പ്രൊവിഷൻ, കൂടാതെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതായത് 148 + 92 എത്രയാണ്? 240. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാം. ഷെഡ്യൂളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. പ്രീവിയസ് ഇയറിൻ്റെ ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ. ഇനി എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടലും കൂടി ടോട്ടൽ ചെയ്തിടുക. 3305 2436. അടുത്ത കോളം അല്ലെങ്കിൽ അടുത്ത മേജർ ഹെഡ് എന്ന് പറയുന്നത് തേർഡ് മേജർ ഹെഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ആ വർഷം ബാങ്കിങ് കമ്പനി പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ ഇൻകർ ചെയ്തതെന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റും, നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ലോസും ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് കറണ്ട് ഇയറിൽ എങ്ങനെയാണ്? 408 ഇൻകം ഉണ്ട്, 3305 എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഇൻകം ആണ് കൂടുതൽ അല്ലേ. ലെസ് ചെയ്യുമ്പോൾ 103 പോസിറ്റീവ് ഫിഗർ ആണ്, അതായത് നെറ്റ് പ്രോഫിറ്റ്. പ്രീവിയസ് ഇയർ നോക്കിയിട്ട് ഇൻകം എത്രയുണ്ട്? 2430, എക്സ്പെൻഡിച്ചർ 2436. അപ്പോൾ നമ്മൾക്ക് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്തപ്പോൾ നെഗറ്റീവ് ഫിഗറാണ് കിട്ടിയത്, അതായത് നെറ്റ് ലോസ് ആണ്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ചെയ്ത്, അതായത് ഇവിടെ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് -6 ആണ്. അത് നമ്മൾ കറണ്ട് ഇയറിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്രയുണ്ട്? 103 മൈനസ് -6 അല്ലേ. 103 - 6, അപ്പോൾ 97 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതായത് 103 രൂപ ലാഭവും പിന്നെ 6 രൂപ കഴിഞ്ഞ വർഷത്തെ നഷ്ടവും. അങ്ങനെ ടോട്ടൽ 97 റുപ്പീസാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ഡയറക്റ്റ് -6 എടുത്ത് എഴുതാം. ഇനി അപ്രോപ്രിയേഷൻസ്, ലാസ്റ്റ് മേജർ ഹെഡ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻസ് ആണ്. നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, കമ്പനിയുടെ 97 കിട്ടി, അതിൽ നിന്ന് അപ്രോപ്രിയേഷൻസ് വേണം അല്ലേ. അപ്രോപ്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ അപ്രോപ്രിയേഷൻ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? 25% ഓഫ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ അപ്രോപ്രിയേഷൻ മേജർ ഹെഡ് കൊടുക്കുക, അതിൻ്റെ കീഴിൽ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 97ൻ്റെ അല്ല, ആ വർഷത്തെ കറണ്ട് പീരീഡിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 103. 103യുടെ 25% ആയിരിക്കണം, അല്ലാതെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ല, കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. അതായത് 103യുടെ 25% ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 103യുടെ 25% എത്രയാണ്? 25.75. കൂടാതെ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 5% ഓഫ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫർ ടു റവന്യൂ റിസർവ്. അതും എന്ത് തന്നെയാണ്? കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 5%, അതായത് 5.15. അപ്പോൾ ടോട്ടൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25.75, കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25%, ട്രാൻസ്ഫർ ടു അതർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 5%, അതായത് 5.15. ഇനി പ്രൊപ്പോസ് ഡിവിഡൻഡ് ഇല്ല, നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനി 97 ഉണ്ട് ടോട്ടൽ പ്രോഫിറ്റ്, അതിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25.75 മാറി, അതർ റിസർവിലേക്ക് 5.15 മാറി, ബാലൻസ് എത്രയുണ്ട്? 97 മൈനസ് 25.75 മൈനസ് 5.15. ആ ബാലൻസ് ആണ് ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്, അതായത് 66.10. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കോളത്തിൽ 66.1 എന്ന് പറഞ്ഞ് വരും, ബാലൻസ് ക്യാരിഡ് ടു ബാലൻസ് ഷീറ്റ്, അതായത് കറണ്ട് ഇയർ ടോട്ടൽ പ്രോഫിറ്റ് ലെസ് ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ. ഇവിടെ എത്ര കിട്ടുക? 66.10. ടോട്ടൽ ഉണ്ട് ഇവിടെ 97. ഇത് രണ്ടും ടാലി ആവണം. ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസും അപ്രോപ്രിയേഷൻസ് ആഡ് ചെയ്യുമ്പോഴുള്ള ഇത് 97 തന്നെയായിരിക്കും, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അപ്രോപ്രിയേഷൻ മാറ്റി, അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ഇതെങ്ങനെയാണ് നമ്മൾ ഫോം ബി ഓഫ് തേർഡ് ഷെഡ്യൂൾ അനുസരിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തേർഡ് ഷെഡ്യൂൾ അനുസരിച്ച് P&L പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാങ്കിങ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇല്ലസ്ട്രേഷൻ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് പെറുക്കിയെടുത്ത് എഴുതാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏത് ഷെഡ്യൂളിലോട്ട് പോകണം എന്നുള്ള നിങ്ങൾ ഓർത്തിരിക്കുക. അത് പഠിക്കൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇവിടുത്തെ ഡ്യൂട്ടി. ബാക്കി ക്വസ്റ്റ്യനൊക്കെ വളരെ എളുപ്പമായിരിക്കും, ഇങ്ങനെ പെറുക്കി എടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. താങ്ക് യു.